ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുഭാഷും സുധീഷും ഹരീഷും നികേഷും നിധിയും എല്ലാം വീട്ടിൽ നിന്നും പോയതിനു ശേഷം വീട്ടിലേക്ക് വന്ന ഭാസ്കരൻ ദേഷ്യത്തോടുകൂടി ഉറക്കെ നികേഷിന്റെ അമ്മയോട് പറയുന്നു, ഇറങ്ങി വാ, ഇങ്ങോട്ട് വാടി. അരികിലേക്ക് വന്ന നികേഷിന്റെ അമ്മ ചോദിക്കുന്നു, എന്താ പറയൂ. ഭാസ്കരൻ ചോദിക്കുന്നു, നീ എന്ത് ഉദ്ദേശത്തോടു കൂടി എവിടെ വന്നത്, അതാദ്യം പറ. നികേഷിന്റെ അമ്മ ചോദിക്കാണ്, എനിക്ക് എന്ത് ഉദ്ദേശം, എന്തിനാ എന്നോട് ഇങ്ങനെ വെറുപ്പോടുകൂടി സംസാരിക്കുന്നത്? ഭാസ്കരൻ ചോദിക്കുന്നു, എന്ത് വെറുപ്പോടുകൂടി സംസാരിക്കുന്നോ? നിന്റെ മക്കളൊക്കെ ഇവിടെ ഉള്ളതുപോലെ അഭിനയിച്ച് തകർക്കുകയാണല്ലോ നീ. നിന്റെ അഭിനയം എനിക്ക് മനസ്സിലാകുന്നെന്ന് വിചാരിച്ചോ? നീ ആരാണെന്ന് എനിക്കറിയാം, ഞാൻ ആരാണെന്ന് നിനക്കും അറിയാം. നികേഷിന്റെ അമ്മ പറയുന്നു, എന്താണെങ്കിലും അവൻ എന്റെ മകനല്ലേ, അവൻ എന്റെ മകനല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഭാസ്കരൻ പറയുകയാണ്, അവൻ നിന്റെ മകനല്ലെന്ന് ഞാൻ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ നീ ഈ വീട്ടിൽ താമസിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആദ്യം നീ ഈ വീട്ടിൽ നിന്നും പോകണം. നിന്നെ കണ്ടാൽ തന്നെ അറിയാം നീ എന്തോ തീരുമാനിച്ചുറപ്പിച്ച് വന്നതാണെന്ന്. അമ്മ പറയുകയാണ്, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇത്രയും നാളും എനിക്ക് എന്റെ കുട്ടിയുടെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞില്ല. ഇനിയെങ്കിലും എനിക്ക് എന്റെ മകന്റെ കൂടെ കഴിയണം. അതിന് നിങ്ങൾ സമ്മതിച്ചേ പറ്റൂ. വെറുതെയാ എന്നോട് ഓരോന്ന് പറഞ്ഞോണ്ട് വരരുത്. ഭാസ്കരൻ പറയുകയാണ്, നിന്റെ നാടകം ഈ വീട്ടിലുള്ളവരെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ആ ധൈര്യത്തിലാണ് നീ സംസാരിക്കുന്നത്. അമ്മ ചോദിക്കുന്നു, വിശ്വസിക്കാതിരിക്കാനായി ഞാൻ എന്താ ചെയ്തത്? ഞാൻ എന്ത് ചെയ്തെന്നാ ചോദിക്കുന്നത്? ഭാസ്കരൻ പറയുന്നു, നിർത്തടി, നീ നിന്റെ നാടകത്തിൽ അഭിനയിച്ച് തകർക്ക്. എത്ര നാൾ നിനക്ക് അഭിനയിക്കാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിന്നെ കഴുത്തിൽ പിടിച്ച് പുറത്താക്കാൻ എനിക്ക് അധിക സമയം വേണ്ടി വരില്ല. ഞാൻ അങ്ങനെ ചെയ്താൽ ഈ വീട്ടിലുള്ളവരെല്ലാവരും കൂടി അമ്മയും മകനെയും കൂടി പിരിച്ചെന്ന് പറഞ്ഞ് എന്റെ നേരെ വരും. ആ ഒറ്റ കാരണം കൊണ്ട് നിന്നെ ഞാനിപ്പം വെറുതെ വിടുക. ഒരു ദിവസം നിന്റെ നാടകം അവര് മനസ്സിലാക്കും. അന്ന് അവര് തന്നെ നിന്നെ ഇവിടുന്ന് പുറത്താക്കും. നിന്നെ കാണുന്നത് തന്നെ എനിക്ക് ഇഷ്ടമല്ല. പൊടി എന്ന് പറഞ്ഞ് ഭാസ്കരൻ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ്. നികേഷിന്റെ അമ്മ ഉറക്കെ പറയുന്നു, ഞാൻ വന്നത് മുതലേ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇങ്ങനെ എത്ര ദിവസം പോകുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി നികേഷിന്റെ അമ്മയൊന്ന് നോക്കിയിട്ട് ഭാസ്കരൻ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. ഈ സമയം നികേഷിന്റെ അമ്മയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അവരുടെ രണ്ടാം ഭർത്താവ്. ഫോൺ അറ്റൻഡ് ചെയ്ത നികേഷിന്റെ അമ്മ പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന്. ഇവിടെ ആരും ഇല്ലാത്ത സമയം നോക്കി. അയാൾ ചോദിക്കുന്നു, എന്താടി അവിടെ തന്നെ അങ്ങ് കൂടാൻ തീരുമാനിച്ചോ നീ? അമ്മ പറയുന്നു, അതെ, ഇപ്പൊ ഇവിടെ തന്നെ താമസിക്കാനാ എന്റെ തീരുമാനം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ കൂടെ കൊണ്ടുപോകാൻ തോന്നിയില്ലല്ലോ. ഇപ്പൊ ദൈവമായിട്ട് എനിക്ക് താമസിക്കാൻ ഒരു വീട് തന്നിരിക്കുകയാണ്. ഇത് കേട്ട് അയാൾ പറയുകയാണ്, ശരി ശരി, പണത്തിന് എന്തെങ്കിലും വഴി കണ്ടെത്താൻ പറ്റിയോ? അമ്മ പറയുകയാണ്, ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, അതിനുള്ളിൽ ഞാൻ എങ്ങനെ പണം റെഡിയാക്കാനാ? അയാൾ പറയുകയാണ്, നീ അവിടെ താമസിക്കാനൊന്നും പോയതല്ല, നമുക്ക് ഒരുപാട് കടമുണ്ട്. ആ കടം വീട്ടിൽ തീർക്കാതെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് നീ ആലോചിക്കും. കടക്കാരുടെ ശല്യം ഇല്ലാത്തത് കൊണ്ട് അവിടെ തന്നെ താമസിക്കാമെന്ന് വിചാരിക്കണ്ട. ഞാൻ നിന്നെ പോലെ സുഖിച്ചു കഴിയുകയല്ല. ഒരു രക്ഷയില്ലെങ്കിൽ ഞാനും നിന്റെ അടുക്കിലേക്ക് വരും. നികേഷിന്റെ അമ്മ പറയുന്നു, നിങ്ങൾക്ക് എന്താ, ഞാൻ ഇവിടേക്ക് വന്നത് പോലും ഭാസ്കറിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇനി നിങ്ങളും കൂടി ഇങ്ങോട്ട് വരുന്നെന്നോ? അയാൾക്ക് എന്താ കുഴപ്പമെന്ന് ഭർത്താവ് ചോദിക്കുമ്പോൾ നികേഷിന്റെ അമ്മ പറയുകയാണ്, നിങ്ങൾ അത് വിട്, ഞാൻ നോക്കിക്കോളാം ആ കാര്യം. പണത്തിന് എന്തെങ്കിലും വഴി ഉണ്ടോന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. പിന്നെ ഒരു കാര്യം, എന്നെ കണ്ടപ്പോൾ നികേഷിന് ഒരുപാട് സന്തോഷമായി. ഇത് കേട്ട് അയാൾ പറയുകയാണ്, മകനെ കണ്ട ഉടൻ അമ്മയുടെ സ്നേഹം ഒഴുകുകയാണല്ലോ. ആ സ്നേഹമെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് പണം റെഡിയാക്കാനുള്ള വഴി ആലോചിക്ക്. എന്റെ അവസ്ഥ നിനക്കറിയാലോ, കടക്കാര് കണ്ടാൽ കൊന്നുകളയും. ഒരുപാട് കാലമൊന്നും നമുക്ക് അവർക്ക് പിടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അവര് നമ്മളെ കണ്ടെത്തും. അവർ നമ്മളെ കണ്ടെത്തുന്നതിന് മുമ്പ് പണം ഏർപ്പാടാക്കണം. അമ്മ പറയുന്നു, ശരി ശരി, ഞാൻ നോക്കട്ടെ, നിങ്ങൾ ഫോൺ വെക്ക്. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നിധിയുടെ റൂമിലേക്ക് ചെന്ന് ബാഗൊക്കെ എടുത്ത് നോക്കുകയാണ് നികേഷിന്റെ അമ്മ. അതിൽ പണമോ സ്വർണമോ ഉണ്ടോന്ന്. ബാഗിലെങ്ങും ഒന്നുമില്ല. സുഭാഷിന്റെയും സുധീഷിന്റെയും ഹരീഷിന്റെയും നികേഷിന്റെയും ബെഡ്റൂമിലേക്ക് വന്ന് ബാഗും അലമാരിയും എല്ലാം പരിശോധിക്കുകയാണ് അവർ. ആ റൂമിൽ നിന്നും അവർക്ക് ഒന്നും കിട്ടുന്നില്ല. തുടർന്ന് ഹരീഷിന് മെക്കാനിക് ഷോപ്പ് ലീസിനെടുക്കാനായി ഒരു അവസരം കിട്ടുകയാണ്. അതിനുവേണ്ടി 3 ലക്ഷം രൂപ വേണം. സുഭാഷ് എഞ്ചിനീയറിനോട് പണം കടം ചോദിക്കുകയാണ്. 3 ലക്ഷം തരണ്ട, സാറിനെ കൊണ്ട് തരാവുന്നതിന്റെ അത്രയും തരണമെന്ന് പറഞ്ഞ് അപേക്ഷിക്കുന്നു. തന്റെ ശമ്പളത്തിൽ നിന്നും മാസാമാസം അത് പിടിച്ചാൽ മതിയെന്നും സുഭാഷ് പറയുകയാണ്. ഇത് കേട്ട് എഞ്ചിനീയർ പണം കൊടുക്കാമെന്ന് പറയുന്നു. തുടർന്ന് തോമസേട്ടന്റെ അരികിലേക്ക് വന്ന സുധീഷും ഹരീഷിന് വേണ്ടി പണം കടം ചോദിക്കുകയാണ്. മാസാമാസം ശമ്പളത്തിൽ നിന്ന് പിടിച്ചാൽ മതിയെന്നും വേണമെങ്കിൽ എക്സ്ട്രാ 2 ട്രിപ്പ് ദിവസം ഓടുകയും ചെയ്യാമെന്ന് പറയുകയാണ് സുധീഷ്. തോമസേട്ടനും കുറച്ച് പണം കൊടുക്കാമെന്ന് സുധീഷിനോട് സമ്മതിക്കുകയാണ്. തുടർന്ന് കോളേജിൽ നിന്നും വീട്ടിലേക്ക് വരികയാണ് നികേഷ്. സന്തോഷത്തോടുകൂടി അരികിലേക്ക് വന്ന് നികേഷിനോട് സംസാരിക്കുകയാണ് അമ്മ. നിധിയുടെ ഫോണിൽ വിളിച്ച് ഞാൻ ഇപ്പൊ ചോദിച്ചതേ ഉള്ളൂ, നീ എപ്പോഴാ കോളേജിൽ നിന്നും വരുന്നതെന്ന്. അവൻ ഇപ്പൊ വരുമെന്ന് നിധി പറഞ്ഞു. ഉടനെ നീ വരികയും ചെയ്തു. നീ എന്നും ഈ സമയത്താണോ കോളേജിൽ നിന്നും വരുന്നത്? അതെ അമ്മയെന്ന് നികേഷ് പറയുമ്പോൾ അമ്മ പറയുകയാണ്, മോൻ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ നിനക്ക് വേണ്ടി സ്നാക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചായയും സ്നാക്സും എടുത്തോണ്ട് വരാം. തുടർന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നികേഷ് അവിടേക്ക് വരുമ്പോൾ ചായയും സ്നാക്സുമായി അവിടേക്ക് വരികയാണ് അമ്മ. കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണമെന്ന് അമ്മ പറയുമ്പോൾ അത്
അത് കഴിച്ചു നോക്കി സന്തോഷത്തോടു കൂടി നികേഷ് പറയുന്നു, നന്നായിട്ടുണ്ടമ്മേ. അമ്മ തിരിച്ചു വരണമായിരുന്നു. എനിക്ക് വേണ്ടിയെങ്കിലും അമ്മയ്ക്ക് അന്ന് തിരിച്ചു വരാമായിരുന്നു. അമ്മ പറയുന്നു, ഈ വീട്ടിലെ എല്ലാവരും ആ ചോദ്യം എന്നോട് ചോദിച്ചു. നിന്റെ ചേട്ടന്മാര് ചോദിച്ചു, ചേട്ടത്തിയും ചോദിച്ചു. നീ എന്നോട് ആ ചോദ്യം ചോദിക്കില്ലെന്നാ ഞാൻ വിചാരിച്ചത്. ഇപ്പം നീയും ചോദിച്ചു. എന്താ അമ്മ തിരിച്ചു വരാഞ്ഞതെന്ന് നികേഷ് ചോദിക്കുമ്പോൾ അമ്മ പറയുകയാണ്, തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. നികേഷ് ചോദിക്കുന്നു, പിന്നീട് അമ്മ എന്നെ ഒരിക്കലും അന്വേഷിച്ചിട്ടില്ലേ? അമ്മ പറയുകയാണ്, അതെങ്ങനാടാ? പെറ്റമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? എന്റെ മനസ്സ് മുഴുവൻ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. നികേഷ് പറയുകയാണ്, അമ്മ എന്നെ ഇട്ടിട്ട് പോകുന്ന സമയത്ത് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. അമ്മയ്ക്ക് എങ്ങനെ മനസ്സ് തോന്നി എന്നെ ഉപേക്ഷിച്ചിട്ട് പോകാൻ? കരഞ്ഞോണ്ട് അമ്മ പറയുന്നു, ഞാൻ ഇന്ന് ഇവിടുന്ന് പോയില്ലായിരുന്നെങ്കിൽ ജീവനോടെ ഉണ്ടാകില്ലായിരുന്നു. ഒരുപക്ഷെ അന്ന് ഞാൻ പോയില്ലായിരുന്നെങ്കിൽ നിനക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായേനെ. ഞാൻ കാരണം നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. നീ സുരക്ഷിതമായി ഇരിക്കാൻ വേണ്ടിയാ ഞാൻ പോയത്. ഒരുപാട് കഥയുണ്ട് മോനെ, നിനക്കത് മനസ്സിലാകില്ല. നികേഷ്, ഇനി നീ എന്നോട് ഈ ചോദ്യം ചോദിക്കരുത്. ഏതെങ്കിലും ഒരമ്മ താൻ പ്രസവിച്ച കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോകുമോ? എനിക്ക് നിന്റെ ഒപ്പം കഴിയാൻ ഭാഗ്യമില്ലായിരുന്നു. നികേഷ് പറയുന്നു, അമ്മ കരയല്ലേ. ഞാൻ ഇനി ഇതിനെപ്പറ്റി അമ്മയോട് ചോദിക്കുകയില്ല. അന്ന് അമ്മ പോയപ്പോൾ എന്നെ കൂടി കൊണ്ടുപോകാമായിരുന്നു. അമ്മ പറയുന്നു, എനിക്ക് തന്നെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അന്ന്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാ മോനെ നിന്നെ കൂടെ കൂട്ടിക്കൊണ്ടു പോകുക? ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം ഞാൻ നിന്നെ പറ്റി ചിന്തിക്കാത്ത ദിവസങ്ങളെ ഇല്ല. നിന്നെ വീണ്ടും കാണുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും എനിക്ക് നിന്നെ കാണാൻ കഴിഞ്ഞല്ലോ. നികേഷ് പറയുന്നു, എനിക്ക് അമ്മയെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അമ്മ ജീവനോടുണ്ടോ ഇല്ലയോ, അതോ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയോ, ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അമ്മ പറയുന്നു, ഇപ്പൊ അമ്മ തിരിച്ചു വന്നില്ലേ, നീ അതെല്ലാം മറക്ക്, ഇത് കഴിക്ക്. തുടർന്ന് നിധി അവിടേക്ക് വരികയാണ്. അമ്മയും മകനും സംസാരിച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ച് നിധി സന്തോഷത്തോടു കൂടി നികേഷിനെ നോക്കുകയാണ്. നികേഷിന്റെ അമ്മ പറയുന്നു, മോക്ക് ഞാൻ ചായയും സ്നാക്സും എടുത്തോണ്ട് വരാം. നിധി പറയുകയാണ്, ഇപ്പൊ വേണ്ട, പിന്നെ കഴിക്കാം. എങ്കിൽ ഞാൻ വെള്ളം എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് അമ്മ അകത്തേക്ക് പോകുന്നു. നിധിയും നികേഷും സന്തോഷത്തോടു കൂടി സംസാരിച്ചിരിക്കുകയാണ്. അമ്മ വെള്ളവുമായി അരികിലേക്ക് വരുമ്പോൾ നിധി ചോദിക്കുന്നു, ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ? അമ്മ പറയുകയാണ്, എന്ത് പ്രശ്നം? അടുക്കള ജോലിയെല്ലാം രാവിലെ തന്നെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ വീടെല്ലാം വൃത്തിയാക്കി. അങ്ങനെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തിരിക്കുകയായിരുന്നു. നിധി ചോദിക്കുന്നു, നികേഷിന്റെ അച്ഛൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ? അമ്മ പറയുകയാണ്, നിങ്ങൾ പോയ ഉടനെ ആ മനുഷ്യൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയി, പിന്നെ വീട്ടിലേക്ക് വന്നതേയില്ല. നികേഷ് പറയുന്നു, ഏട്ടത്തി, ഞാനും പേടിച്ചാ കോളേജിൽ നിന്നും വന്നത്. അയാൾ വല്ല പ്രശ്നം ഉണ്ടാക്കി അമ്മ ഇവിടുന്ന് ഇറക്കി വിടുമോ എന്നായിരുന്നു എന്റെ ഭയം. അമ്മ ചോദിക്കണേ, ഇനി അമ്മ നിന്നെ വിട്ടിട്ട് എവിടെ പോകാനാ? എവിടെയും പോകത്തില്ല. നീ ചായ കുടിക്കും മോളെ, നിനക്ക് ഞാൻ എടുത്തോണ്ട് വരാം. നിധി നികേഷിന്റെ ഒപ്പം സ്നാക്സ് കഴിക്കുകയാണ്. അമ്മ ഉണ്ടാക്കിയതാണെന്ന് നികേഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, നന്നായിട്ടുണ്ടല്ലോടാ. നികേഷ് പറയുന്നു, ഞാൻ അമ്മയുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു. അമ്മ ഈ വീട്ടിൽ നിന്ന് പോകാൻ കാരണം അയാളാ. നിധി ചോദിക്കുന്നു, ആര്? നിന്റെ അച്ഛനോ? അതേന്ന് നികേഷ് മൂളുമ്പോൾ നിധി ചോദിക്കുകയാണ്, നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? നികേഷ് പറയുന്നു, പറഞ്ഞു എടുത്തി. അന്ന് അമ്മ പോയില്ലായിരുന്നെങ്കിൽ അയാള് അമ്മയെ കൊന്നേനെ. ജീവനും കൊണ്ട് അമ്മ ഇവിടെ ഓടിപ്പോയതാ. സുഭാഷ് ഏട്ടന്റെ അമ്മയെ കൊന്നതുപോലെ എന്റെ അമ്മയെ അയാൾ കൊന്നേനെ. ഞാൻ സുരക്ഷിതമായി ഇരിക്കാൻ വേണ്ടിയാണ് എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയത്. ഇനി ഒരുപാട് കഥകൾ കാണും. അത് പറയുമ്പോൾ അമ്മ കരയുകയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലായി ഒന്നും ചോദിച്ചില്ല. നിധി പറയുന്നു, നികേഷേ, ഇനി ഇതിനെപ്പറ്റി ഒന്നും അമ്മയോട് ചോദിക്കണ്ട. അമ്മ തന്നെ പറയുകയാണെങ്കിൽ പറയട്ടെ. നികേഷ് പറയുകയാണ്, എനിക്കും അങ്ങനെ തോന്നി ഏട്ടത്തി. പാവം അമ്മ അതേപ്പറ്റി ചോദിക്കുമ്പോഴേ കരയുക. ഇനി അതിനെപ്പറ്റി ഒന്നും ചോദിക്കേണ്ടെന്ന് തന്നെയാ ഞാനും വിചാരിച്ചത്. നികേഷിന്റെ അമ്മ നിധിക്കുള്ള ചായയും സ്നാക്സുമായി അവിടേക്ക് വരികയാണ്. സന്തോഷത്തോടു കൂടി സംസാരിച്ചുകൊണ്ട് അത് കഴിക്കുകയാണ് നിധിയും നികേഷും. തുടർന്ന് നിധിയും സുധീഷും ഹോളിലിരിക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് നികേഷിന്റെ അമ്മ. ഒപ്പം നികേഷും ഉണ്ട്. നികേഷ് ചോദിക്കുന്നു, എങ്ങനെ അമ്മേ ഈ വീട്ടിലെ എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്യുന്നത്? അമ്മ പറയുന്നു, അതൊക്കെ എനിക്ക് ശീലമായതല്ലേ. നിധി ഒരു ഫ്രണ്ടിനോട് ഒരു പ്രോജക്റ്റിന്റെ കാര്യം ഫോണിലൂടെ സംസാരിക്കുകയാണ്. പ്രോജക്റ്റ് തീർന്നാലുടൻ 50,000 രൂപ വേണമെന്ന് നിധി ആവശ്യപ്പെടുന്നു. കൃത്യമായി കാശ് തരുമെന്ന് ഫ്രണ്ടും പറയുകയാണ്. തുടർന്ന് അമ്മ എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഹോളിലേക്ക് വെച്ച് ഭക്ഷണം കഴിക്കാനായി വിളിക്കുകയാണ്. നികേഷും നിധിയും സഹായിക്കാമെന്ന് പറയുമ്പോൾ അമ്മ പറയുകയാണ്, വേണ്ട, നിങ്ങൾ എല്ലാവരെയും വിളിച്ചോണ്ട് വാ, ഞാൻ എല്ലാം എടുത്തു വെക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ വീണ്ടും അടുക്കളയിലേക്ക് പോകുന്നു. തുടർന്ന് എല്ലാവരും സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ്. ചപ്പാത്തിയും ചോറും കറികളും എല്ലാം കണ്ട് കണ്ണു തള്ളി ഇരിക്കുകയാണ് എല്ലാവരും. അമ്മ പറയുന്നു, ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എടുത്ത് കഴിക്കാം. അങ്ങനെ അമ്മ വിളമ്പി കൊടുക്കാനായി തുടങ്ങുമ്പോൾ നിധി പറയുകയാണ്, വേണ്ടമ്മേ, ഞങ്ങൾ എടുത്തോളാം. അമ്മ പറയുന്നു, മോളെ, ഞാൻ തന്നെ വിളമ്പിത്തരാം. എല്ലാവരും പുറത്തുപോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരല്ലേ, അതുകൊണ്ട് നന്നായി കഴിക്കണം. അങ്ങനെ അമ്മ എല്ലാവർക്കും സ്നേഹത്തോടു കൂടി വിളമ്പി കൊടുക്കുകയാണ്. തുടർന്ന് അമ്മ നികേഷിനോട് ചോദിക്കുന്നു, നികേഷേ, ഞാൻ വാരി തരട്ടെ? വേണ്ട, ഞാൻ തന്നെ കഴിച്ചോളാമെന്ന് നികേഷ് പറയുമ്പോൾ ഞാൻ വാരി തരാമെന്ന് പറഞ്ഞ് അമ്മ സ്നേഹത്തോടു കൂടി നികേഷിന് ഭക്ഷണം വാരി കൊടുക്കുകയാണ്. എല്ലാവരും കണ്ണു നിറഞ്ഞ് നികേഷിനെ നോക്കുകയാണ്. എല്ലാവർക്കും കറികളൊക്കെ വിളമ്പി കൊടുത്ത് അമ്മ പറയുന്നു, നന്നായി കഴിക്ക് മോളെ, നീയും കഴിക്ക്. ഇങ്ങനെ അമ്മായിയമ്മ ഭക്ഷണം ഉണ്ടാക്കി തന്ന് കഴിക്കാനുള്ള യോഗമൊന്നും എല്ലാവർക്കും ഉണ്ടാകില്ല. നിനക്ക് ഭാഗ്യമുണ്ട്, കഴിക്ക്. സുധീഷ് പതിയെ ഹരീഷിനോട് ചോദിക്കുന്നു, എടാ, അച്ഛന്
എങ്കിലും അമ്മയുമായുടെ ആ വഴക്ക് മാറി കാണുമോ? രാവിലെ വലിയ വഴക്കായിരുന്നല്ലോ, ഇപ്പം സന്തോഷമായിട്ടിരിക്കുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടതല്ലേ, പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് സ്നേഹമായി കാണും. അമ്മ ചോദിക്കുന്നു, എന്താ നിങ്ങൾ രഹസ്യമായി പറയുന്നത്? ഞങ്ങളോടും കൂടി പറ. ഹരീഷ് പറയുകയാണ്, അതമ്മേ, അച്ഛനെ ഇതുവരെ കണ്ടില്ലല്ലോ, അതിനെപ്പറ്റി പറയുകയായിരുന്നു. നിധി പറയുകയാണ്, ശരിയാണല്ലോ, ഈ സമയത്ത് വരുന്നതാണല്ലോ, വന്നത് മുതലേ ഞാൻ അച്ഛനെ കണ്ടതേയില്ല. അമ്മ പറയുകയാണ്, എവിടെ പോകാനാ, ഇങ്ങ് വരും. സുധീഷ്, നിങ്ങൾ തമ്മിൽ വഴക്ക് എന്തെങ്കിലും ഉണ്ടായോ എന്ന് ചോദിക്കുകയാണ്. അമ്മ പറയുകയാണ്, എന്നോട് വഴക്കുണ്ടാക്കിയിട്ടാ ഇറങ്ങിപ്പോയത്. നീ ഉള്ള വീട്ടില് ഞാൻ താമസിക്കില്ല എന്ന് പറഞ്ഞാ ഇറങ്ങിപ്പോയത്. നികേഷ് പറയുകയാണ്, അയാൾക്ക് എന്താ ഇപ്പൊ കുഴപ്പം? എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അമ്മ പറയുന്നു, നികേഷെ, ഞാൻ ഇവിടെ വന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഇപ്പോഴും അത് തന്നെ പറയുന്നു. എന്ത് ചെയ്യാനാ, എല്ലാം എന്റെ വിധിയാ. നിധി പറയുകയാണ്, അമ്മയെ ഇഷ്ടപ്പെട്ടല്ലേ കല്യാണം കഴിച്ചത്? അച്ഛൻ നോർത്ത് ഇന്ത്യയിൽ നിന്നും അമ്മയെ പ്രണയിച്ച് കല്യാണം കഴിച്ചല്ലേ കൂട്ടിക്കൊണ്ടുവന്നത്. പിന്നെന്തിനാ അമ്മയോട് വഴക്കുണ്ടാക്കുന്നത്? അമ്മ പറയുന്നു, അതിന്റെ കാരണം അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. മോളുടെ അമ്മായിയച്ഛന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കെങ്ങനെ അറിയാനാ? നിങ്ങൾ എല്ലാവരും കഴിക്ക്. സുഭാഷ് പറയുന്നു, അമ്മ, ഭക്ഷണമൊക്കെ നന്നായിട്ടുണ്ട്. അമ്മ പറയുകയാണ്, ഇനിയും നീ ഭക്ഷണം ഉണ്ടാക്കണ്ട, ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കോടാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ ഉണ്ടാക്കി തരാം. തുടർന്ന് സുഭാഷും സുധീഷും നികേഷും ഹരീഷും നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോൾ റൂമിലിരുന്ന് പ്രൊജക്ട് വർക്ക് ചെയ്യുകയാണ് നിധി. ഈ സമയം നികേഷിന്റെ അമ്മയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഭർത്താവ്. ചുറ്റും നോക്കി പുറത്തേക്ക് ഇറങ്ങി വന്ന ഫോണിൽ സംസാരിക്കുകയാണ് അമ്മ. നിനക്ക് സുഖമാണോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ അമ്മ പറയുന്നു, എനിക്ക് സുഖമാ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അയാൾ പറയുകയാണ്, ഇല്ല. അവിടെ എങ്ങനെയുണ്ട്? അമ്മ പറയുകയാണ്, ഞാൻ വന്ന ദിവസം മുതൽ വീട്ടു ജോലി മുഴുവൻ എന്റെ തലയിലായി. വീട്ടിലുള്ള എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാനാ. പാത്രം കഴുകുന്നതും വീട് വൃത്തിയാക്കുന്നതും അങ്ങനെ എല്ലാ ജോലിയും ഞാനാ ചെയ്യുന്നത്. എന്താ പുറത്തൊരു ശബ്ദം എന്ന് പറഞ്ഞ് നിധി ജനലിന്റെ അരികിലേക്ക് വന്ന് ശ്രദ്ധിക്കുകയാണ്. അയാൾ ചോദിക്കുന്നു, അവിടെ പണം വല്ലതും ഇരിപ്പുണ്ടോ എന്ന് നോക്കിയായിരുന്നു? അമ്മ പറയുന്നു, ഇങ്ങനെ പണം എന്ന് പറഞ്ഞ് എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ പണത്തിനു വേണ്ടി എവിടെ പോകാനാ? പണം കിട്ടുകയാണെങ്കിൽ ഞാൻ അറിയിക്കാം. സംശയത്തോടു കൂടി നിധി മനസ്സിൽ പറയുകയാണ്, എന്ത് പണം? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ, വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? പണത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. അമ്മ പറയുന്നു, ദേ നോക്ക്, എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. എന്നെ വെറുതെ ഇങ്ങനെ ഫോണിൽ വിളിക്കണ്ട, നമുക്ക് പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞ് അമ്മ ഫോൺ കട്ട് ചെയ്യുകയാണ്. ശേഷം അവരകത്തേക്ക് പോകുമ്പോൾ സംശയത്തോടു കൂടി നിധി മനസ്സിൽ പറയുകയാണ്, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ, പണത്തിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? തുടർന്ന് റൂമിന് പുറത്തേക്ക് ഇറങ്ങി വന്ന നിധി അകത്തേക്ക് കയറി വരുന്ന നികേഷിന്റെ അമ്മയോട് പറയുന്നു, ഒരു മിനിറ്റ്. ടെൻഷനോടുകൂടി നികേഷിന്റെ അമ്മ തിരിഞ്ഞു നോക്കുമ്പോൾ നിധി ചോദിക്കുന്നു, അമ്മ ഫോണിൽ സംസാരിക്കുകയായിരുന്നു? അല്ലായിരുന്നു എന്ന് അമ്മ പറയുമ്പോൾ നിധി പറയുകയാണ്, അമ്മ സംസാരിക്കുന്നത് പോലെ തോന്നിയല്ലോ. നികേഷിന്റെ അമ്മ പറയുകയാണ്, എന്നെ ആര് ഫോണിൽ വിളിക്കാനാ? മോൾക്ക് തോന്നിയതാ. മോൾ എന്ത് ചെയ്യുക? ഉറങ്ങിയില്ലായിരുന്നോ? നിധി പറയുന്നു, കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അമ്മ പറയുകയാണ്, ഞാൻ നിന്നോട് ചോദിക്കണമെന്ന് വിചാരിച്ചതാ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ? നിന്റെ ഭർത്താവ് എന്താ നിന്റെ ഒപ്പം റൂമിൽ കിടക്കാതെ ചേട്ടന്റെ അനിയന്മാരുടെ ഒപ്പം കിടക്കുന്നത്? നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പകലിൽ നിങ്ങള് നന്നായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു, പിന്നെന്താ രാത്രി ഒരുമിച്ച് കിടക്കാത്തത്? നിധി പറയുന്നു, എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്, അതുകൊണ്ടാ. അമ്മ പറയുകയാണ്, എന്ത് വർക്ക് ഉണ്ടെങ്കിലും ഒരുമിച്ച് കിടക്കണം. പിന്നെ എന്താ സുഭാഷിന്റെ കല്യാണം കഴിയുന്നതിന് മുമ്പേ നിങ്ങളുടെ കല്യാണം കഴിയാൻ കാരണം? നിധി പറയുകയാണ്, ഞങ്ങള് പ്രണയിച്ച് കല്യാണം കഴിച്ചതാ, പെട്ടെന്ന് കല്യാണം കഴിക്കേണ്ട അവസ്ഥയായിരുന്നു. അമ്മ പറയുന്നു, എന്താണെങ്കിലും ചേട്ടന്റെ കല്യാണം നടക്കാതെ അനിയന്റെ കല്യാണം നടക്കുന്നത് ശരിയല്ല. നിധി പറയുന്നു, സുഭാഷേട്ടനെ പെണ്ണ് നോക്കുന്നുണ്ട്, ഉടനെ തന്നെ സുഭാഷേട്ടന്റെ കല്യാണം നടക്കും. ശരി, അമ്മ പോയി കിടന്നോ, എനിക്ക് കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് സംശയത്തോടു കൂടി നികേഷിന്റെ അമ്മയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നിധി റൂമിലേക്ക് പോവുകയാണ്. അമ്മ മനസ്സിൽ പറയുന്നു, ഫോണിൽ സംസാരിച്ച ഉടനെ കുത്തി കുത്തി ചോദിക്കാൻ വന്നിരിക്കുന്നത് കണ്ടില്ലേ? റൂമിലേക്ക് വന്ന നിധി മനസ്സിൽ പറയുന്നു, ഫോണിൽ സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നല്ലോ, എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്? അങ്ങനെ നികേഷിന്റെ അമ്മയെ സംശയിച്ച് ആലോചിച്ചിരിക്കുകയാണ് നിധി. തുടർന്നുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്